നമസ്കാരം. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് TDS and TCS നമുക്ക് എങ്ങനെ ഫയൽ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് GSTയുടെ യൂസർ ഐ ഡിയും പാസ്വേഡ് വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഏത് മന്തിലെയാണോ TDS and TCS ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് മാസത്താണ് ഇപ്പോൾ ഒരു ഗവൺമെൻറ് അതോറിറ്റിക്ക് കൊടുക്കുമ്പോഴാണ് നമ്മൾ TCS അത് കട്ട് ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് അവർ തരുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ട് നമ്മളെ ക്രെഡിറ്റ് ലിസ്റ്റിലേക്ക് അത് ക്രെഡിറ്റ് ആവും. അപ്പോൾ ഉദാഹരണം നമുക്ക് ഡാഷ്ബോർഡിലേക്ക് വന്ന് നോക്കാം നമ്മുടെ എമൗണ്ട് എത്രയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ആദ്യം. അപ്പോൾ നമ്മൾ ഡാഷ്ബോർഡിൽ വന്നപ്പോൾ നമുക്ക് കാണാം നമുക്ക് 725 CGST അതുപോലെ SGST ആയിട്ട് 725 അപ്പോൾ നമ്മൾ TDS and TCS ഫയൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ക്യാഷ് ലെഡ്ജിലെ എമൗണ്ട് ഇവിടെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം സർവീസിൽ വരിക, എന്നിട്ട് റിട്ടേണിൽ വരിക, എന്നിട്ട് TDS and TCS എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ പീരീഡ് സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ ഓഗസ്റ്റ് മാസത്തെ ചെയ്യാനുള്ളത്, അപ്പോൾ ഞാൻ ഓഗസ്റ്റ് മാസം ഞാൻ സെലക്ട് ചെയ്യാണ്, സെർച്ച് ക്ലിക്ക് ചെയ്യാണ്. സെർച്ച് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഇവിടെ TDS and TCS ക്രെഡിറ്റ് റിസീവ്ഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ താഴെ പ്രിപ്പയർ ഓൺലൈൻ ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ TDS ആയിട്ട് കട്ട് ചെയ്ത എമൗണ്ട് നമുക്ക് TDS ക്രെഡിറ്റ് റിസീവ്ഡ് എന്ന കോളത്തിലും TCS ആയിട്ട് നമുക്ക് എന്തെങ്കിലും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലും നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം TDS and ക്രെഡിറ്റ് റിസീവ്ഡിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മളെ അതായത് നമ്മുടെ TDS എന്ത് ചെയ്ത ഡിഡക്റ്റ് ചെയ്ത പാർട്ടിയുടെ GST അതിനും അതേപോലെ അവരുടെ ട്രേഡ് നെയിമും അതേപോലെ ടാക്സബിൾ വാല്യൂ അതേപോലെ ടാക്സ് എമൗണ്ടും ഈ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അപ്പോൾ നമ്മൾ ആ എമൗണ്ട് എന്ത് ചെയ്യണം ഇവിടെ സെലക്ട് ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ എല്ലാ എമൗണ്ട് സെലക്ട് ചെയ്യണമെങ്കിൽ സെലക്ട് ആളെന്നുള്ള ഈ കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ താഴെ കാണുന്ന കോളത്തിൽ ആക്സെപ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആക്സെപ്റ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ ഇവിടെ കാണാം റെക്കോർഡ് ആക്സെപ്റ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. അപ്പോൾ ഇവിടെ സ്റ്റാറ്റസിൽ ആക്സെപ്റ്റഡ് എന്ന് കാണും. എന്നിട്ട് നമ്മൾ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച് നിങ്ങൾ ഏറ്റവും താഴോട്ട് വരിക. നിങ്ങൾ TDS and TCS ഈ ഒരു കോളം കൂടി ചെക്ക് ചെയ്യണം അവിടെ വന്നിട്ടുള്ള എമൗണ്ട് എന്നുള്ള. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ ഏതെങ്കിലും TCS ആയിട്ട് എമൗണ്ട് വന്നിട്ടുണ്ടോ, അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ TCS ആയിട്ട് എമൗണ്ട് നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും കൂടി ബാക്ക് അടിക്കുക. അപ്പോൾ നമ്മൾ ബാക്ക് അടിച്ചതിന് ശേഷം താഴെ വരിക. എന്നിട്ട് പ്രൊസീഡ് ഫയൽ എന്നുള്ള ഒരു ടാബ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രൊസീഡ് ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ഇവിടെ പ്രൊസീഡ് ഫയൽ റിക്വസ്റ്റ് ഹാസ് ബീൻ റിസീവ്ഡ് എന്നുള്ള. അപ്പോൾ നമുക്കിവിടെ നേരെ മേലെ കാണാം നമുക്ക് റിഫ്രഷിൻ്റെ ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം നമുക്ക് റെഡി ടു ഫയൽ ആസ് ഓൺ 17/11 ഡേറ്റ് കാണാം. അപ്പോൾ നമുക്ക് നേരെ താഴോട്ട് വരിക. അപ്പോൾ താഴെ വന്നിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഹൈ ഹെയർ ബൈ എന്നുള്ള ഈ കോളം ഇവിടെ ടിക്ക് കൊടുക്കുക. എന്നിട്ട് ആരാണോ പ്രൊപ്പറേറ്റർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. പ്രൊപ്പറേറ്റർ സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഫയൽ TDS and TCS ക്രെഡിറ്റ് റിസീവ്ഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആർ യു അബൌട്ട് ടു ഫയൽ, ആർ യു ഷുവർ വാണ്ടഡ് ടു കണ്ടിന്യൂ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മളിവിടെ യെസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ യെസ് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, താഴെ അവിടെ വന്നിട്ട് ഫയൽ വിത്ത് EVC ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ OTP വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എൻ്റർ ചെയ്തെടുക്കുക. എന്നിട്ട് വെരിഫൈ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വെരിഫൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം TDS and TCS ഫയൽഡ് എന്ന് പറഞ്ഞിട്ട് കാണാം നമുക്ക് ഇങ്ങനെ ഒരു ഗ്രീൻ കളറിൽ. എന്നിട്ട് നമുക്ക് ഡാഷ്ബോർഡിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ നമുക്ക് 725 എമൗണ്ട് ഉണ്ടാകുന്നത്. നമുക്ക് ആ എമൗണ്ട് ഇവിടെ കയറി 52,569 രൂപ ക്യാഷ് ലെഡ്ജിൽ കാണാം. ഇത് നമുക്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, ക്യാഷ് ലെഡ്ജിൽ നമുക്ക് എന്ത് ചെയ്യുക, ക്യാഷ് ലെഡ്ജിലെ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യുക അക്കൗണ്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക ട്രാൻസ്ഫർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ യൂട്ടിലൈസ് ചെയ്ത് അടക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെയാണ് TDS and TCS ഫയൽ ചെയ്യേണ്ട രീതി അങ്ങനെയാണെന്ന് മനസ്സിലായി വിചാരിക്കണം. ഈ വീഡിയോ കണ്ടതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. എന്തായാലും നന്ദി, നമസ്കാരം.